ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ ഡേ 3 വീഡിയോയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാമപ്പ് ആണ്. അപ്പൊ ഉമ്മ ഇന്നലെ സ്ട്രെച്ചിങ്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ രണ്ട് കാലും എനിക്ക് അനക്കാൻ വയ്യ, കാല് രണ്ടും ഭയങ്കര പിടുത്തം. സ്ട്രെച്ചിങ്സ് എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഈ ഒരു കഴപ്പ്, വേദന, മസിലൊരു ക്രാംസ് പോലെ. ഇതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു 1 വീക്കൊക്കെ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് മാറി കിട്ടുന്നതുമാണ്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ വാമപ്പിലോട്ട് പോവാം. വാമപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ ഹീറ്റ് ആക്കാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വാമപ്പ്. അത് നമ്മൾ അപ്കമിങ് വർക്കൗട്ട്സിന് വേണ്ടിയിട്ട് മുന്നേ കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് വാമപ്പിലൂടെ ചെയ്യുന്നത്. വാമപ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. റൺ ചെയ്യാം, വാക്ക് ചെയ്യാം, അതുപോലെ ജംപ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് വാമപ്പ് ചെയ്യാം. നമുക്ക് ഇന്ന് ആദ്യം സ്കിപ്പ് ചെയ്യാം. സ്കിപ്പിംഗ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്കിപ്പിംഗ്. അപ്പൊ ഇതിന്റെ 30ന്റെ 3 സെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് സ്കിപ്പിംഗ്. ഇനി അടുത്തത് സ്റ്റാൻഡിങ് റൺ. അടുത്ത സ്റ്റാൻഡിങ് റൺ ഞാൻ ചെയ്യേണ്ട കാണിച്ചു. ഇതാണ് സ്റ്റാൻഡിങ് റൺ. അപ്പൊ ഇതും 30ന്റെ 3 സെറ്റ്. അപ്പൊ ഇനി അടുത്തത് ഹൈ ടാപ്പ്. നമ്മൾ 2 കൈയും ഇങ്ങനെ വെക്കുക, റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട് നമ്മുടെ കയ്യിൽ ടച്ച് ചെയ്യണം. ഇതാണ് ഹൈ ടാപ്പ്. ഉമ്മ ചെയ്തോ. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായോണ്ടാണ് ഇത്രയും മുട്ടൊന്നും പൊങ്ങി വരാത്ത. അവർക്ക് ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും. പറ്റുന്ന രീതിയിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്താൽ മതി. നമ്മള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് 2 റൗണ്ട് നടക്കാം. ഇവിടെ അഞ്ച് മിനിറ്റ് നമുക്ക് വാമപ്പ് ചെയ്യാം. വാമപ്പ് ചെയ്യുന്നത് നമുക്ക് ബോഡി ഒന്ന് ഹീറ്റ് ആയി കിട്ടാനാണ്. അത് നമുക്ക് ജംപ് ചെയ്യാം, വാക്ക് ചെയ്യാം, ഇതുപോലെ സ്റ്റാൻഡിങ് റൺ, സ്കിപ്പിങ്, ജമ്പിങ് ജാക്സ്, ഇപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചതുപോലെ ഹൈ ടാപ്പ്, അതുപോലെ ബാക്കിൽ നമ്മൾ ചെയ്ത് ബട്ടക്സിന് താഴെ ഒന്ന് കൈകെട്ടി വെച്ചിട്ട് അതുപോലെ ടാപ്പ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ മതി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് വാമപ്സ് ഉണ്ട്. നമ്മൾ പതിയെ പതിയെ ഓരോരോ വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പൊ ഉമ്മ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് വേദന ഉണ്ട്. ഈ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മള് വർക്കൗട്ട് എല്ലാം ചെയ്ത ശേഷം ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്സ്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്സ് നാളെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. വേദനയുണ്ട്, കഴപ്പും ഉണ്ട്, ഈ കിതപ്പും. അത് നമ്മള് ആദ്യം ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഉമ്മാക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് മാറാവുന്നതേ ഉള്ളൂ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരാം. ഓക്കെ, ബൈ.